നമസ്കാരം. രാജ്യസുരക്ഷയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ രൂപത്തിൽ ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം അനുദിനം കേരളത്തിൽ വർദ്ധിക്കുകയാണ് എന്നത് പുതിയ അറിവല്ല. കേരളത്തിൽ മൊത്തത്തിൽ എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലോ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിലോ കണക്കുകൾ ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പലതവണ പല പ്രാവശ്യം ഇക്കാര്യത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് പലായനം ചെയ്തു വരുന്നത് സംസ്ഥാന സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി സൃഷ്ടിക്കും എന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളിലും അതിഥി തൊഴിലാളികൾ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ പങ്ക് ഭയപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ATS അടക്കം നടത്തിയ പരിശോധനയിൽ 27 ബംഗ്ലാദേശികളെയാണ് പോലീസ് പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. പെരുമ്പാവൂർ ഉൾപ്പെടെ കേരളത്തിൽ അനധികൃതമായ വീടുകൾ ഏജന്റുമാർ മുഖേന വാടകയ്ക്ക് താമസിക്കാൻ നൽകാറുണ്ട്. അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികൾ പിടിയിലായ സംഭവത്തിൽ ഇവർക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഹർഷൻ ഹുസൈൻ എന്ന കോൺഗ്രസ് പ്രവർത്തകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ബംഗ്ലാദേശികൾ ആയിരുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകന് അറിയാമായിരുന്നു എന്നും പോലീസ് പറഞ്ഞിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരായ വിദേശികളെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മന്നത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബംഗ്ലാദേശികൾ പിടിയിലായത്. എല്ലാവരും നിലവിൽ റിമാൻഡിലാണ്. പിടിയിലായ ബംഗ്ലാദേശികൾക്ക് തീവ്രവാദ ബന്ധങ്ങൾ ഉള്ളതായുള്ള സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും കൂടാതെ എല്ലാവരും ജോലി തേടി വന്നവരാണ് എന്നുമാണ് പ്രാഥമിക വിവരം. എന്നാൽ ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇവരുടെ കേസിന്റെ നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇവരെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കാഞ്ഞങ്ങാട് അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശി പൗരന് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അസം പോലീസാണ് ഒരു കേസിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കേരള പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. കേരളത്തിൽ ഒരു തരത്തിലുമുള്ള പരിശോധനയും ഇല്ല എന്നത് മുതലെടുത്ത് വലിയ രീതിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ കേരളത്തിലെത്തിയാൽ ഏജന്റുമാർ മുഖേന ഒളിവിൽ കഴിയുവാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നുമുണ്ട്. ഇതിനെതിരെ കർശന ജാഗ്രത പുലർത്തണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.